ഹായ്. ആർ.ജെ. ബാലാജിയുടെ സംവിധാനത്തിൽ സൂര്യനായകനായി അഭിനയിച്ച കറുപ്പ് എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ട്ടോ. ഈ സിനിമയിൽ സൂര്യയുടെ കൂടെ ആർ.ജെ. ബാലാജി അഭിനയിച്ചിട്ടുണ്ട്. തൃഷ, അതേപോലെ ഇന്ദ്രൻസ്, അതേപോലെ അനഘമായ ഇവരൊക്കെയാണ് ഒരു വിധം മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമയിൽ. ഈ സിനിമ ഒരു ദൈവിക ശക്തിയുള്ള ഒരു സിനിമയാണ്. അതായത് ഒരു ഫാന്റസി ഒരു ചിത്രമാണ്. പക്ഷെ നമുക്ക് ഒരുപാട് നല്ല നല്ല സീക്വൻസുകളും അതേപോലെ കുറച്ച് സാഡ്നെസ്സും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള നല്ല ഒരു ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സിനിമയായിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ. സൂര്യൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ദ്രൻസിന് കൊടുത്തിട്ടുള്ള ക്യാരക്ടർ മൂപ്പരാണെങ്കിലും തകർത്ത് ഒരു രക്ഷയല്ല. അങ്ങേര് തമിഴില് ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇതില് നല്ല അടിപൊളി ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അത് സൂപ്പർ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പടം എന്താ പറയാ ഒരു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് എൻഡ് വരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, കണ്ടിരിക്കാൻ തോന്നും. അത് നമ്മൾ കാണുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇതൊരു ദൈവികമായിട്ടുള്ള സിനിമയാകുമ്പോൾ അതിൻ്റെ രീതിയിലുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് വേണം ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലാണ് നമുക്ക് സിനിമയോടൊരു ഇഷ്ടം തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ ഇതെന്തത് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതൊക്കെ തോന്നും. പക്ഷെ ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി പടം. സൂര്യനൊക്കെ ഒരു ചില സീനുകളൊക്കെ ഉണ്ട്. ആ ഒരു കറുപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്ന സമയത്തുള്ള ആ ഒരു സീനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ സേട്ടന്റെ കാര്യം പറയണ്ടല്ലോ. ഇമോഷൻ എന്ന് പറയുന്ന സാധനം മൂപ്പര് അവിടെ ഇവിടെ ഒക്കെ കുറച്ച് സാധനം ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീൽ വരുന്നുണ്ട്. അതായത് മൊത്തത്തിൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് കറുപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തുടക്കം മുതൽ എൻ്റെ വരെ ഞാൻ നല്ലോണം ആസ്വദിച്ചിരുന്ന് കണ്ട്. അതിലെ പാട്ടുകളാണെങ്കിലും പിന്നെ ആർ.ജെ. ബാലാജി ഒരു സിനിമ എടുക്കുമ്പോൾ അതിൽ ഉണ്ടാവുന്ന കുറെ സാധനങ്ങളൊക്കെ മൂപ്പര് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയും ഒരു കുറ്റം പറയാൻ പോകുന്ന അല്ലെങ്കിൽ കുറ്റം പറയാൻ പറ്റുന്ന ഒരു സീനുകളൊന്നും എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയില്ല. അതായത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നല്ല ക്ലീൻ കട്ട് ആൻഡ് ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ സീക്വൻസ് ആണെങ്കിലും ഫൈറ്റ് സീൻ ആണെങ്കിലും എല്ലാ സീനുകളും ഇന്നെന്നു പറയാൻ പറ്റുന്നില്ല. എനിക്ക് സിനിമ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു രീതിയിൽ കാണണം സിനിമ. അതായത് ഒരു ദൈവിക ശക്തിയും എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് കാണണമെങ്കിൽ നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ലൊരു ഒരു കഥയും ഈ സിനിമയിലുണ്ട്. അപ്പോൾ എനിക്ക് സിനിമ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. കണ്ടവർ എന്താണെങ്കിലും നിങ്ങളുടെ കമന്റ് എനിക്ക് ഈ വീഡിയോയുടെ താഴെ അറിയിക്കണം. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു. സൂര്യൊക്കെ നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഒക്കെ അഭിനയിച്ച കുറച്ച് 2-3 പടങ്ങളൊക്കെ ഒരു ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ല ഒരു തിരിച്ചുവരവ് എന്ന് പറയേണ്ടി വരും. നല്ല രസമായിട്ട് സൂര്യ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ ചേട്ടന്റെ കാര്യം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അങ്ങനത്തെ കൊടുത്തിട്ടുള്ള റോള് ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. പടം മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സിനിമയാണ്. നല്ല സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഇത് OTT വന്നിട്ടുണ്ട്, പ്രൈമിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കണ്ടവരെന്തായാലും എനിക്ക് കമന്റ് അറിയിക്കുക. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.